നമ്മള് കർത്താവിന്റെ കൂടാരത്തിലായിരിക്കുവാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രത്തോളം പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ശാരീരികമായ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും മാനസികമായ അസ്വസ്ഥതകളും എല്ലാം ഉണ്ടാവും അല്ലെ. അപ്പൊ എളുപ്പമൊന്നുമല്ല കർത്താവിന്റെ കൂടാരത്തിൽ കയറിയിരിക്കുക എന്നുള്ളത്, അല്ലേ? എളുപ്പമാണോ? എളുപ്പമാണോ? അല്ല. അപ്പൊ എല്ലാവരും പറയും കർത്താവിനെ വിളിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം എന്നൊക്കെ പറയും. പക്ഷെ നമ്മള് ആ ഒരവസ്ഥയിലേക്ക് വരുമ്പോ തീർച്ചയായിട്ടും നമുക്ക് എന്തുണ്ട് പ്രലോഭനങ്ങളുണ്ട്. പ്രലോഭനങ്ങളില്ലാതെ നമുക്ക് ഒരിക്കലും പോലും, അതായത് പ്രലോഭനങ്ങളെ അതിജീവിക്കുക എന്നുള്ളത് കൂടിയാണ് കർത്താവിന്റെ കൂടാരത്തിൽ കയറിയിരിക്കാനുള്ള ഒരു വിജയമാണ്. കർത്താവിന്റെ കൂടാരത്തിൽ കയറിയിരിക്കുക എന്നുള്ളത് പ്രലോഭനങ്ങൾ അതിജീവിക്കുക എന്നുള്ളതും കൂടിയാണ്, അല്ലേ? നമ്മള് പ്രാർത്ഥിക്കാതിരിക്കുമ്പോ ക്ഷീണം ഉണ്ടാവും, ഉറക്കമുണ്ടാവും, ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാവും, പണിത്തിരക്കുണ്ടാവും, സാഹചര്യക്കുറവുണ്ടാവും, അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോ, അല്ലേ? വരാറില്ലേ? ഏറ്റവും കൂടുതൽ നമ്മള് എന്തെല്ലാം മറ്റു ബാഹ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പ്രലോഭനം ഉണ്ടാകാറുണ്ട്. എന്ത്? ദൈവത്തിന്റെ കൂടാരത്തിൽ ഇരിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുള്ളപ്പോ. അതെന്താ കാര്യം? പിശാചിനറിയാം നമ്മൾ കൂടാരത്തിനുള്ളിൽ കയറി ഇരുന്ന് രക്ഷപ്പെടും, ഇല്ലേ? ആഗ്രഹിക്കും തോറും അത് പിശാച് അതിനെ എതിർക്കാനും അതിനെ തളർത്താനും അതിനെ നശിപ്പിക്കുവാനൊക്കെ കുറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഒക്കെ വരുന്നതിന്റെ കാര്യം ഇതിന്റെ ഉള്ളിൽ കയറി ഇരുന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോകും. രക്ഷപ്പെടുമ്പോ അവന്റെ സ്വഭാവത്തിനനുസരിച്ച് നമ്മളെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോ അവന് ഒരാള് നഷ്ടപ്പെട്ടു പോവാണ്. അതുകൊണ്ടാണ് അവന് പ്രലോഭനം നടത്തി വരുന്നത്. അപ്പോ ദൈവത്തിന്റെ കൂടാരത്തിലായിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അല്ലേ? എളുപ്പമാണോ? എളുപ്പമൊന്നുമല്ല. നല്ല അധ്വാനം വേണം, നല്ല മനസ്സ് വേണം, ആഗ്രഹം വേണം. ഇപ്പൊ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ പ്രലോഭനങ്ങള് ചിലപ്പോ മനസ്സുണ്ടാവാം, ശരീരം പിടിച്ചു വലിക്കും. ശരീരത്തിന് ഓക്കെ ആണെങ്കിലും മനസ്സിന് എന്തെങ്കിലും അസ്വസ്ഥതകൾ വരും. അപ്പൊ മനസ്സിന് എന്തായാലും ശരീരം ഓക്കെ അല്ലെങ്കിൽ മനസ്സ് ഓക്കെ അല്ലെങ്കിലും അടി വരുന്നത് എവിടെയാ? നമ്മുടെ സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വ മേഖലകൾക്കാണ് പ്രതിസന്ധിയായിട്ട് കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളെല്ലാം. അപ്പൊ ഒരു ബലപ്പെടുത്തമാണ്, അല്ലെ? ഒരു ബലപ്രയോഗത്തിൽ കൂടിയാണ് നമ്മള് എല്ലാവരും ഈ കൂടാരത്തിൽ കയറിയിരിക്കാനുള്ള ഒരു പരിശ്രമങ്ങള് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ആണോ? അങ്ങനെ ഒരു പിടിബലി ഇല്ലാത്തത് കൊണ്ടാണ് അനേകം മക്കള് ഇന്ന് നാശത്തിലേക്ക്, അതായത് പിശാചിന്റെ വഴി കൂടി പോകാനായിട്ട് പിടിവലിയൊന്നും വേണ്ട, അല്ലേ? കഠിനമായി അധ്വാനിക്കണോ? ഒരു തെറ്റ് ചെയ്യാൻ ഒരു പ്രാവശ്യം നമ്മളൊരു നുണ പറഞ്ഞു, അടുത്ത നുണ പറയാൻ സെക്കൻഡുകൾ കൊണ്ട് മതി, അല്ലേ? കേൾക്കുന്നില്ലേ? റെസ്പോൺസ് കുറവാണ്. നമ്മളൊരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു നുണ പറയുകയാണ്, നമ്മളൊരു നുണ പറഞ്ഞോണ്ട് നിൽക്കാൻ പറ്റുമോ? ഒരു അടുത്ത നുണ അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മൾ പറയേണ്ടി വരും. അപ്പൊ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്, അല്ലെ? എല്ലാ പാപം ചെയ്യുന്നത് അങ്ങനെയാ, ഭയങ്കര ഈസിയാണ് പാപം ചെയ്യാൻ. പക്ഷെ ദൈവത്തോട് ചേർന്നിരിക്കാൻ അത്ര ഈസിയൊന്നുമല്ല. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിച്ച് നേടിയെടുക്കുന്ന കൃപകളുടെ ആ നിലനിൽപ്പിൽ നോക്കിയാൽ മതി. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മളത് ഒരു ബലപ്രയോഗമില്ലെങ്കിൽ, അതായത് പുറവിതാവ് യാക്കോബ് വേണമെങ്കിൽ ആ ദൂതനായി വന്ന ദൈവത്തിന്റെ ശക്തിയായ ദൂതനെ വേണമെങ്കിൽ പറഞ്ഞു വിടാമായിരുന്നു. പക്ഷെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയങ്ങളിലൊക്കെ അതായത് ഒരു അമാനുഷിക ശക്തിയോട് മല്ലടിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. അവിടെ ഒരു സമയമായി, നീ എന്നെ വിട് എന്ന് പറഞ്ഞ് തട്ടുന്നത് ഇവിടെ അരക്കെട്ടിനാണ്. അരക്കെട്ടിനെ തട്ടുമ്പോൾ ശരിക്കും തളർന്നു പോകും, ഇല്ലേ? നമ്മുടെ ശരീരത്തില് അരക്കെട്ടിന്റെ
എല്ലുകൾക്കാണ് ബലം തരുന്നത്. ആ എല്ലുകളാണ് നമ്മളെ നിർത്തുന്നത്, നിലനിർത്തുന്നത്, അല്ലെ? ബലത്തോട് നിർത്തുന്നത്, അല്ലേ? ആണോ? അതെ അതെ നേഴ്സുമാർക്കൊക്കെ അറിയാലോ. ആ അപ്പൊ ഈ അരക്കെട്ടിന്റെ ആ എല്ലിനെ തന്നെ തട്ടി തളർത്തിക്കളയുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും പിടിവലി നിർത്തുന്നില്ല. അങ്ങനെ ഏന്തി വലിഞ്ഞാണെങ്കിലും ആ ഒരു അവകാശം ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് യാക്കോബ് ദൂതനെ പറഞ്ഞു വിടുന്നത്, പിടിവിടുന്നത്. അപ്പോൾ ഇതുപോലെ, അതായത് ദൈവം അനുഗ്രഹിക്കാതെ നമുക്ക് ഒരു കാര്യവും ഇന്ന് വരെ നേടിത്തരുന്നില്ല. അതുപോലെ ആ ഒരു ചിന്ത എങ്ങനെയാ, ഇപ്പൊ നമുക്കൊരു കാര്യം നമുക്ക് മുമ്പിൽ പ്രതിസന്ധിയായിട്ട് നിൽക്കുകയാണ്, നമ്മളത് എന്ത് ചെയ്യണം? ആ പ്രതിസന്ധിയെ ആദ്യം അംഗീകരിക്കാൻ ശ്രമിക്കണം, അല്ലേ? അല്ല, ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അയ്യോ അയ്യോ എന്ന് പറഞ്ഞിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ പറഞ്ഞ, അങ്ങനെ ഉത്കണ്ഠപ്പെട്ടിരുന്ന പ്രശ്നം വികസിച്ച് 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 നമ്മുടെ ഉള്ള എനർജിയെ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ള പ്രശ്നത്തെ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ള ആ ഒരു ദൈവീക കൃപയെ ചോർത്തി ചോർത്തി അവസാനം ഒന്നുമില്ലാതാക്കി കളയാൻ സാധിക്കും. പക്ഷെ ആ പ്രശ്നത്തെ അത് ദൈവം അനുവദിക്കുന്നതാണ്. ദൈവം നമ്മളെ നശിപ്പിക്കാനോ നഷ്ടപ്പെടുത്താനോ ഒന്നല്ലല്ലോ ദൈവം നമുക്കെതിരെ പ്രവർത്തിക്കുന്നത്, അല്ലെ? അപ്പൊ അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെങ്കിൽ അതുപോലെ നടക്കട്ടെ, ദൈവത്തിന്റെ ആഗ്രഹം അതാണ്, അതുപോലെ നടക്കട്ടെ എന്ന് പറയുമ്പോൾ പിശാച് അതിന്റെ മേല് പണിയാൻ വരുന്നത് പണി വെറുതെ വേസ്റ്റ് ആവും, അല്ലെ? ഇപ്പം നമ്മളെ ദാവീദിന്റെ ജീവിതത്തിൽ പറയുന്നുണ്ട്, പട്ടിയെന്ന് വിളിക്കുമ്പോൾ പട്ടി എന്ന് വിളിക്കാനായിട്ട് ദൈവം അനുവദിച്ചാണെങ്കിൽ കൂടെ നിൽക്കുന്ന ഭൃത്യനോട് പറയുന്നുണ്ട്, നിനക്ക് എന്ത് കാര്യം, അത് അങ്ങനെ വിളിക്കാൻ ദൈവം അനുവദിക്കുന്നെങ്കിൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോ അവിടെ ആ പ്രതിസന്ധിയെ ആ പ്രതിസന്ധിക്ക് ഒരു പ്രശ്നത്തിന്റെ മേല് പിശാചിന്റെ ഒരു ശക്തി ഉണ്ടല്ലോ, അഴിച്ചുവിടാൻ പറ്റുന്നത്, നമ്മളെ തളർത്തിക്കളയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ശക്തിയുണ്ട്. അതായത് നമുക്ക് എഴുന്നേറ്റ് പോരാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ശക്തിയുണ്ട്. അത് നിർവീര്യമോ, അതായത് ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ അത് സംഭവിക്കട്ടെ എന്ന് പറയുമ്പോ അതിന്റെ ആ ഒരു തിന്മയുടെ ശക്തിക്ക് പ്രബലപ്പെടാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ ആ മേഖലകളെല്ലാം അതിജീവിക്കേണ്ടത്. കൃപ തരുന്നത് നമുക്ക് ആ ഒരു തിരിച്ചറിവോടുകൂടെ. പ്രതിസന്ധി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചവർക്ക് ആർക്കും തന്നെ പ്രതിസന്ധികളില്ലാതെ ഇന്ന് വരെ കടന്നു പോയിട്ടില്ല. എല്ലാവരും, അതായത് ഈശോ പോലും, ഈശോന്റെ അപ്പുറത്ത് വേറെ ആരുമില്ലല്ലോ, ഈശോ പോലും പ്രതിസന്ധികളുടെ നടുവിൽ അവസാനം ഈശോ പറയുന്നുണ്ട്, സാധിക്കുമെങ്കിൽ അപ്പൊ ഇതൊന്ന് മാറ്റിത്തരണം. പക്ഷെ മാറ്റിക്കൊടുത്തോ? മാറ്റിക്കൊടുത്തില്ല. അത് കടന്നു പോകണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ആ മാനുഷികതയിൽ നിന്നും ദൈവികതയിലേക്ക് ഈശോ പറയുന്നുണ്ട്, ഇത് എന്റെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടമാണ്, അത് നിറവേറട്ടെ എന്ന് പറയുന്നു. അങ്ങനെയാണ് ആ പ്രതിസന്ധിയുടെ ആദ്യത്തെ മുള്ളൊടിഞ്ഞത്. ഈശോ കുരിശ് എടുത്ത് കടന്നു പോകുമ്പോഴെല്ലാം പിശാച് നോക്കി ചിരിക്കുന്നുണ്ടെങ്കിലും ദൈവഹിതത്തിനോട് ചേർന്നുള്ള ആ ഏറ്റവും മരണതുല്യമായ യാത്രകളിലെല്ലാം ഈശോയുടെ സഹായവും ശക്തിയും കൊണ്ട് തന്നെയാണ് ഈശോ കുരിശിൽ മുന്നോട്ട് പോണത്. അപ്പൊ നമ്മള് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ദൈവത്തെ. അതായത് നമ്മൾക്ക് സ്വന്തമായിട്ടൊരു കുരിശും വഹിക്കാൻ പറ്റില്ല, ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അത് ദൈവം തന്നെ, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളൊന്ന് ചേർത്ത് വെക്കുക. അല്ലെങ്കിൽ ദൈവമേ, അത് എനിക്കെടുക്കാൻ പ്രയാസമാണ്, എന്നോട് കൂടെ നിന്നോളണം എന്ന് നമ്മൾ ഈശോയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് നമ്മൾ ആ കുരിശിൽ തൂക്കി വലിയ ഭാരമൊന്നുമില്ലാതെ നമുക്ക് എടുക്കാൻ സാധിക്കും. അതിന് ദൈവം കൃപ തരും. അതിന് സ്വർഗീയ ശക്തി നമുക്ക് വേണ്ടി കർത്താവ് ആ മേഖലകളിൽ പ്രവർത്തിക്കും. മറിയത്തിന് സ്തോത്രഗീതം വായിക്കാം. ജയന്തി വായിക്കാം. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു.
എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തന്റെ കാരുണ്യം കൊണ്ടാണ് ആരെ സഹായിക്കുന്നത്? ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് പറഞ്ഞാല് ദൈവത്തെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഓരോ മക്കളെയും സഹായിക്കുന്നത് തന്റെ കാരുണ്യം കൊണ്ടാണ്, തന്റെ കരുണയെ പ്രതിയാണ്. തന്റെ അല്ലെങ്കിൽ നമ്മൾ ഓർക്കും, നമ്മള് ചുറ്റും നോക്കുമ്പോ നമുക്ക് കാണാൻ പറ്റാറുണ്ട്, ദുഷ്ടനും നമ്മളെക്കാൾ ശക്തരായി നിലകൊള്ളുന്നുണ്ട്, ശക്തരായി വളരുന്നുണ്ട്, ശക്തരായി ജീവിക്കുന്നുണ്ട്. എന്തിന്റെ ബേസിലാണ് ഇവരൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്? ദൈവത്തിന്റെ കരുണയുടെ ദൈവത്തിന്റെ കരുണയുടെ ശക്തി കൊണ്ട് തന്നെയാണ്, അല്ലാതെ അവരുടെ മിടുക്കൊണ്ടൊന്നുമല്ല. ആരും ആരുടെയും മിടുക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നില്ല. അത് ദൈവത്തിന്റെ കരുണയാണ്. ദൈവം എവിടം വരെയും കരുണ കാണിക്കുന്ന പറയണത്, മരണം വരെ ദൈവം നമ്മളോട് കരുണ കാണിക്കും. മരണത്തിന്റെ ആ അവസാന നിമിഷം പിന്നെ കർത്താവ് കരുണയുടെ വാതിലടച്ച് നീതിയുടെ മുഖം തുറക്കും, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറയുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കരുണയെ അറിയുക എന്നുള്ളത് ഒരു മനുഷ്യന് എളുപ്പമുള്ള, രക്ഷപ്പെടാൻ എളുപ്പമുള്ള അവസരങ്ങളാണ്, അല്ലെ? നമ്മള് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ഒരു സുവർണ അവസരങ്ങളുടെ നടുവിലാണ്. പക്ഷെ നമ്മള് ചുറ്റും നോക്കിയാലും, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തന്നെ നോക്കിയാലും സുവർണ അവസരങ്ങൾ പോയിട്ട് ഒരു നല്ല ചിന്ത പോലും തരാനായിട്ട്, കിട്ടാനായിട്ട് സാധിക്കാത്ത വിധം വലിയ ദുരിതങ്ങളുടെ നടുവിലായിരിക്കും. പക്ഷെ സ്വർഗം നോക്കുന്നത് ഒരു സുവർണാവസരങ്ങളായിട്ടാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ഭൂമി വിട്ടുപോയി, അതായത് നമ്മളുടെ ജീവൻ നിന്ന് പോയാൽ, അതായത് മരണം വന്നു കഴിഞ്ഞാല്, മരണം നമുക്ക് നിത്യസമാധാനത്തിലേക്ക് പ്രവേശിക്കണം എന്ന് നമുക്ക് ഇവിടെ നിന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അധ്വാനിക്കണം, അല്ലെ? വെറുതെ നമുക്ക് ആഗ്രഹിക്കാൻ നമുക്കെല്ലാം സാധിക്കും. പക്ഷെ എന്ത് വേണം? നമ്മൾ അധ്വാനിക്കുന്നതിന്റെ ഫലം മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കാതെ ഒരിക്കലും നമ്മൾക്ക് അനുഭവിക്കാൻ ദൈവം അനുവദിക്കില്ല. അത് ദൈവത്തിന്റെ നീതിയുടെ പുസ്തകത്തിൽ വ്യക്തി, അധ്വാനിക്കുന്നവൻ ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, അല്ലെ? നിങ്ങളുടെ അധ്വാന ഫലം കൊണ്ട് തന്നെ നിങ്ങൾ ഭക്ഷിക്കും എന്ന് പറയുന്നുണ്ട്, അല്ലെ? ഭക്ഷണം എന്താണ്? ആത്മാവിന്റെ രക്ഷ തന്നെയാണ്, അല്ലെ? നമ്മള് ആത്മാവിന് വേണ്ടി, ഇപ്പൊ നമ്മളിപ്പോ ആത്മാവ് രക്ഷപ്പെടണം എന്നും പറഞ്ഞാൽ നമ്മള് ഫുൾ ടൈം പ്രാർത്ഥിച്ചിരുന്ന ആത്മാവ് രക്ഷപ്പെടുവോ? ഇല്ല. അവിടെ നമ്മുടെ അധ്വാനങ്ങൾ വേണം. പ്രാർത്ഥന ആത്മീയ അധ്വാനമാണെങ്കിലും ഭൗതിക അധ്വാനത്തില് ദൈവം അനുവദിച്ചിരിക്കുന്ന കർമ്മങ്ങളും കർത്തവ്യങ്ങളും നിഷ്ഠയോടെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ. അല്ല, നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടുകൂടെ ചെയ്യുക എന്ന് പറയുന്നത്, കൃത്യമായി ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ എല്ലാം നമുക്ക് ഇപ്പൊ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച്, ആത്മീയ അറിവനുസരിച്ച് ആണ് ഭൗതിക അധ്വാനങ്ങളിലും ആത്മീയ അധ്വാനങ്ങളിലും നമ്മൾ സാധിക്കുന്നത് പോലെ നമ്മൾ അധ്വാനിക്കുന്നു. ഇപ്പൊ നമ്മള് ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ദൈവകൃപയോടുകൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മള് നമ്മുടേതായ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് കുറച്ചു നേരം ഈശോയോടുകൂടെ ആയിരിക്കാനൊരു ശ്രമമൊക്കെ നടത്തും. അല്ലെങ്കിൽ ഇപ്പൊ രാവിലെ നമ്മള് പള്ളിയിലൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് അധ്വാനം തുടങ്ങി. എപ്പോഴായാലും നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പ്രാർത്ഥന എന്ന് പറയുന്ന അധ്വാനം ഇല്ലാതെ പോകുന്ന ഒരു ദിവസമാണ് നമ്മള് പെട്ടെന്ന് വീണ് പോണത്, അല്ലേ? പ്രാർത്ഥന എന്ന് ദുർബലമാവുന്ന നമ്മള് തളരാൻ തുടങ്ങും. ഇപ്പോ ദൈവത്തിന്റെ കരുണ നമ്മളെ വീണ്ടും വീണ്ടും സഹായിക്കുന്നതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിലേക്ക് വരാതെ നമ്മൾ ദൈവം കരുണ കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന അധ്വാനം പ്രാർത്ഥന കൊണ്ട് തന്നെയാണ്. ഞാൻ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള പ്രാർത്ഥന എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഭയങ്കര
ഭയങ്കരമായിട്ടുള്ള ഒരു തളർച്ച എനിക്ക് ഫീൽ ചെയ്യും. ശരീരം ഭയങ്കര തളർന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം എന്നെ ഒരുപാട് സഹായിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇന്ന് ഞാൻ എറണാകുളത്ത് പോയപ്പോഴേക്കും ഞാൻ ഇൻഫന്റ് ജീസസ് പള്ളിയിലേക്ക് കയറി കുറച്ചു നേരം ഇരുന്ന് ഞാനിപ്പോ ആരാധനാലയത്തിൽ പോയി ഇരിക്കാൻ നോക്കും. ഈ ഞായറാഴ്ച എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ കുറച്ചു നേരം അവിടെ പോയി ഇരിക്കാം. അപ്പൊ അവിടെ അത്രയും ദൂരം പോകാൻ ഭയങ്കര മടി, വെയില് കാരണം. അപ്പൊ ഞാൻ പെട്ടെന്ന് ബാങ്ക് ഉണ്ണീശോ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ. അപ്പൊ ഞാൻ അവിടെ കയറിയിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഉറങ്ങിപ്പോയി. ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ തലകുത്തി പറഞ്ഞുറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയിലുള്ള ഒരു ക്ഷീണം. അപ്പൊ എങ്കിലും ഞാൻ അവിടെ 1.5 മണിക്കൂർ അങ്ങനെ ഇരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കാൻ ഭയങ്കര ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ പ്രാർത്ഥിച്ചു. ഞാൻ എന്റെ പ്രാർത്ഥന ഒരു ജപമാല ചൊല്ലി, ഒരു പുലോത്തിന്റെ ജപമാല ചൊല്ലി, ഒരു കുരിശന്റെ ഒഴി ചൊല്ലി 1.5 മണിക്കൂർ കൊണ്ട് ചൊല്ലി. അത് പക്ഷെ ഉറങ്ങിയൊക്കെ ആണെങ്കിലും കർത്താവ് കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ഉറങ്ങാതിരിക്കാൻ ശ്രമിച്ചിട്ടൊന്നും നടക്കുന്നില്ല. പക്ഷെ ഞാൻ ഉറക്കത്തിൽ കൂടി തന്നെ പ്രാർത്ഥന ചൊല്ലി. അവസാനം ഞാൻ 12:30 എഴുന്നേറ്റ് പോകും. ഞാൻ പറഞ്ഞു, എന്റെ പ്രാർത്ഥന ഇന്ന് ഇങ്ങനെയാണ്, എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, ഇന്ന് എന്റെ പ്രാർത്ഥന എങ്ങനെ നടത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കർത്താവെ സഹായിച്ചേക്കണെന്നും പറഞ്ഞ് എനിക്ക് പോന്നു. അപ്പം അതായത് നമ്മള് എങ്ങനെ പ്രാർത്ഥിച്ചു, എങ്ങനെ നമ്മൾ അങ്ങനെ സമയം ചെലവഴിച്ചു എന്നുള്ളത് ദൈവത്തിനറിയാം. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ബോധ്യമാണ് നമ്മളെ ദൈവത്തിന്റെ ആ ഒരു സഹായത്തിന് എപ്പോഴും അവകാശിയാക്കുന്നത്. നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന പാപങ്ങളോട് കർത്താവ് കരുണ കാണിക്കും. അറിഞ്ഞുകൊണ്ട് നമ്മൾ തിന്മ ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് കരുണ കാണിക്കില്ല. അതില് നീതി തരില്ല, നീതി നമുക്ക് കിട്ടില്ല. അവിടെ ന്യായവിധിക്ക് നമ്മൾ നിൽക്കേണ്ടി വരും. പക്ഷെ അറിവ് അതായത് നമ്മുടെ ദുർബലത മൂലം, അജ്ഞത മൂലം, നമ്മുടെ തളർച്ച മൂലം ഒക്കെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും കർത്താവ് കൂടുതൽ സഹായവും ശക്തിയും പ്രദാനം ചെയ്യും. അതേസമയം നമ്മള് സമയം ഉണ്ടായിരുന്നിട്ട്, ആഗ്രഹമുണ്ടായിരുന്നിട്ട്, പ്രാർത്ഥിക്കാൻ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നിട്ട്, അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമ്മുടെ ലാഘവ ബുദ്ധിയും വെച്ച് നമ്മൾ അത് ഉപയോഗിച്ച് കടന്നു പോകുന്നെങ്കിൽ അവിടെ ഒരു പിടിവലി ഉണ്ടാവും. അപ്പൊ നമുക്ക് ഭയങ്കര ദുർബലത അനുഭവിക്കും. പക്ഷെ നമ്മുടെ എല്ലാ കുറവുകളും മനസ്സിലാക്കി നമ്മളെ നോക്കിക്കാണുന്ന ദൈവം നമ്മളോട് നീതി കാണിക്കുന്നത്, കർത്താവിന്റെ കരുണ നമുക്ക് ലഭിക്കാനിടയാകുന്നത് നമ്മളെ അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ ആയിരുന്നുകൊണ്ട് എപ്പോ പ്രാർത്ഥിച്ചാലും, പ്രാർത്ഥിക്കാൻ പറ്റില്ല, നമ്മുടെ ജോലി ഒരു പ്രാർത്ഥനയാക്കി മാറ്റാം, നമ്മുടെ വേദന ഒരു പ്രാർത്ഥനയാക്കി മാറ്റാം, നമ്മുടെ നിസ്സഹായത ഒരു പ്രാർത്ഥനയാക്കി മാറ്റാം. എപ്പോഴും നമ്മൾ ഒരേ അവസ്ഥയിൽ പ്രാർത്ഥന നടത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ദൈവത്തിന്റെ കരുണയെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന്റെ കരുണ എനിക്ക് വേണമെന്നുള്ള ആഗ്രഹത്തോടെ ജീവിക്കുമ്പോൾ തീർച്ചയായും നമ്മളുടെ ഓരോ നിമിഷവും ദൈവസഹായം കൂടിയേ തീരൂ എന്നുള്ള, ഇസ്രായേലിനോട് കരുണ കാണിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ അത് ഞാൻ അവകാശപ്പെടുത്തണം എന്നുള്ളതും എന്റെ ഉത്തരവാദിത്വമാണ്. എന്റെ ദൈവം എന്നോട് കരുണ കാണിക്കും എന്നുള്ളത് എനിക്കറിയാമെങ്കിലും, പക്ഷെ എനിക്കത് അനുഭവിക്കാനുള്ള ഒരു അവകാശവും കൂടി വേണം. ഇപ്പൊ നമുക്ക് ഒരു ജോലി ഓഫർ ചെയ്തു, നല്ലൊരു ജോലി ഓഫർ ചെയ്തു. പക്ഷെ അവര് പറയാണ്, നിങ്ങക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ലെറ്റർ കിട്ടുന്നില്ല, ഓഫർ ലെറ്റർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ജോലി ഓഫർ ഉണ്ട്, പക്ഷെ ഡേറ്റ് കിട്ടുന്നില്ല. അതിങ്ങനെ കറങ്ങി നടക്കുക. ചില സമയങ്ങളിൽ വിസ അടിച്ചു കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ഭയങ്കര പ്രയാസം. അങ്ങനെ അതായത് നമുക്ക് അനുവദിക്കുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദൈവത്തിന്റെ മുമ്പിൽ ഒരു ബലപ്രയോഗം നടത്തുന്നില്ല, അല്ലെ പ്രാർത്ഥന നടത്തുന്നില്ല. നമ്മുടെ ആഗ്രഹം സന്നിധിയിൽ നമ്മള് ബോധപൂർവം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടുണ്ട്. ദൈവം നമ്മളോട് കരുണ കാണിച്ച് നമ്മളെ സഹായിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രത്യുത്തരിച്ചില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പുണ്ടാവില്ല, അത് ദുർബലമായി പോകും. നമുക്കിന്ന് ഈശോ നൽകുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനഭാഗമാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും.
ദൈവം പറയുന്ന വാക്കുകൾ പ്രത്യേകം നോക്കണം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അനാഥത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരുമില്ലാത്ത എന്താണ്? ഒരവസ്ഥ. ആരുമില്ലാത്തൊരവസ്ഥ അല്ലെ? ഇപ്പൊ നമ്മള് മിക്ക വീടുകളിലും ഇപ്പൊ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. മക്കളുണ്ട്, കുടുംബത്തിൽ എല്ലാവരും ഉണ്ട്, മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, പിന്നെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും, വേണ്ടപ്പെട്ടവരെല്ലാവരും ഉണ്ട്. പക്ഷെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു വലിയൊരു അനാഥത്വം ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെ? അനാഥത്വം ഫീൽ ചെയ്യുന്നവര് ഒരുപാട് പേരുണ്ട്, ഇല്ലേ? സമ്പത്തുണ്ട്, കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, അറിവുണ്ട്, ജോലിയുണ്ട്, എല്ലാ മേഖലകളും ഉണ്ട്. പക്ഷേ ഒരു ഒരു സംതൃപ്തിയില്ല. അവിടെ ഒരു അനാഥത്വം, ഒരു സ്വാതന്ത്ര്യമില്ല, ഒരു അനാഥത്വം അവിടെ ഉണ്ട്, അല്ലേ? ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. അത് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാൻ പറ്റാറുണ്ട്. ഇപ്പോ ഭർത്താവ് ഉണ്ടെങ്കിലും നമുക്ക് വേണ്ട വിധത്തിൽ പരിഗണനയില്ല. അപ്പൊ നമ്മൾ അവിടെ ഒരു അനാഥത്വം ഉണ്ട്, അനുഭവിക്കുന്നുണ്ട്. മക്കളുണ്ട്, അവര് വേണ്ട വിധത്തിൽ നമ്മളെ പരിഗണിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല. അവിടെ നമ്മൾ ഒരു അനാഥത്വത്തിൽ അനുഭവിക്കുന്നുണ്ട്. മാതാപിതാക്കളുണ്ട്, പക്ഷെ അവർക്ക് നമ്മളെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ പരിഗണിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളൊരു അനാഥത്വത്തില ഇന്ന് കാലഘട്ടം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അനാഥത്വത്തിന്റെ ഭീകരതയിലാണ് പോയിക്കൊണ്ടത്. പക്ഷെ അത് ആരും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഞാനൊരു അനാഥയാണ്, എന്നെ ആരെങ്കിലും അഡോപ്റ്റ് ചെയ്യണം. ആരഡോപ്റ്റ് ചെയ്യും? ഈശോ. ഈശോ അഡോപ്റ്റ് ചെയ്യാതെ ഒരു രക്ഷയില്ല. വേറെ ഈ ലോകത്ത് ആരൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല, അല്ലെ? ആരൊക്കെ ഉണ്ടായിരുന്നാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല? കർത്താവ് ഏറ്റെടുക്കാതെ ഒരു രക്ഷയില്ല, അല്ലെ? വേറെ ആരെങ്കിലും ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? ഈ അനാഥത്വം തന്നെ ഫീൽ ചെയ്യും. അനാഥത്വം തന്നെ, അല്ലെ? നമുക്ക് സന്തോഷമില്ല, സമാധാനമില്ല. അതേസമയം എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവരുടെ അനാഥത്വത്തിന്റെ ഒരു ലൈഫിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും നമ്മളെ അവഗണിച്ചിട്ട് ഇരിക്കുന്നെങ്കിലും നമ്മളെ ദൈവത്തിലുള്ള ആശ്രയത്തിൽ നമ്മളെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. നമുക്കത് ഫീൽ ചെയ്യില്ല, ഈ അനാഥത്വം ഫീൽ ചെയ്യില്ല. കാരണം നമ്മുടെ കൂടെ എപ്പോഴും വർക്കിംഗ് ആയിരിക്കുന്ന ഒരു അപ്പനുണ്ട്, അല്ലേ? ഒരു വലിയൊരു ആരോഗ്യത്തോടുകൂടെ എന്നെ സഹായിക്കുന്ന, സ്നേഹത്തോടെ, കരുതലോടെ എന്നെ താങ്ങുന്ന ഒരു ശക്തി, ഒരു അപ്പനെ ഫീൽ ചെയ്യുമ്പോ ശരിക്കും നമുക്ക് അനാഥത്വം എന്ന് ചിന്തിക്കാൻ പറ്റില്ല, അല്ലെ? എനിക്ക് എല്ലാ കാര്യവും ചെന്ന് പറയാൻ, ചോദിക്കാൻ, സംസാരിക്കാനൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോ നമ്മള് അനാഥരാണോ അല്ലയോ എന്നുള്ളത് ദൈവത്തോട് ചോദിക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായ അനാഥത്വത്തിൽ. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ടെങ്കിൽ അനാഥത്വമാണ്, ആരും ഇല്ലെങ്കിൽ അനാഥത്വത്തിലാണ്. കാരണം എന്താ? എന്റെ കൂടെ ദൈവം ഉണ്ടെന്നുള്ള ബോധ്യത്തിലേക്ക് എത്തുന്നത് വരെ ഈ ഒരു അവസ്ഥ നമ്മളെ ഭരിക്കും. ഞാനൊക്കെ ചെറുപ്പത്തിലേക്ക് എനിക്ക് അങ്ങനെ ഭയങ്കര അവസ്ഥയിൽ കൂടി പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഞാന് എന്നെ കളിയാക്കുകയൊക്കെ ചെയ്യും. എന്താണ് കൂടെയുള്ള ഓരോരുത്തരൊക്കെ ഇങ്ങനെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട്, എനിക്ക് അപ്പനും അമ്മയൊക്കെ ഉണ്ടായിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ, എന്റെ രണ്ടാങ്ങളമാരുണ്ട്, അവരൊക്കെ ഉണ്ടായിട്ട് എനിക്ക് അതിന്റെ ഒരു ഫലം എല്ലാവരും ഉണ്ടായിട്ട് അതിന്റെ ഒരു, ഇപ്പൊ നമ്മളിപ്പോ ഒരു മാവ് വെച്ചിട്ട് മാവ് ഒരുപാട് ഇലകളും ശാഖകളും ഒക്കെ ഉണ്ട്, അതിൽ ഒരുപാട് പൂവൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ എന്തിടുന്നില്ല, കായ വരുന്നില്ല. അപ്പൊ നമുക്ക് ആ മരത്തോട് നമുക്ക് വല്ല സ്നേഹം ഉണ്ടാവും? ആ മരം നമുക്ക് വേണ്ട ഫലം തരുന്നില്ല. ഇതുപോലെ നമ്മൾക്ക് കുടുംബവൃക്ഷങ്ങളിൽ അങ്ങനെ ഒരു ദുരന്ത അവസ്ഥയുണ്ട്. എല്ലാവരും ഉണ്ടെങ്കിലും നമുക്ക് ഇവരിൽ കൂടി ഒരു ഫലം അനുഭവിക്കാൻ, ഇവരൊക്കെ എല്ലാവരും ഉണ്ടെങ്കിലും അങ്ങനെ ഒരു ഫലം, ഒരു അനുഭവത്തിലേക്ക്, അതായത് എല്ലാവരും ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് വലത് കൈ ഉണ്ട്, വലത് കൈ പക്ഷെ വർക്കിംഗ് അല്ല, തളർന്നിരിക്കുകയാണ്. അപ്പൊ ഉണ്ടെന്ന് പറയാനേ പറ്റുള്ളൂ, അല്ലേ? നമുക്ക് ഉണ്ടെന്ന് പറയാനേ ഉള്ളൂ, അത് വർക്കിംഗ് അല്ല. ബാഹ്യമായി ഉണ്ടെന്ന് പറയാനേ പറ്റുള്ളൂ, അത് നമുക്ക് ഉപയോഗശൂന്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ വലത് കൈ മൂലം ഞാൻ ഒരു അനാഥത്വം അനുഭവിക്കുന്നു, അല്ലെ? അങ്ങനെ ഓരോ മേഖലയും വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു അനാഥത്വം അനുഭവിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് കയ്യും കാലും ഇല്ലാത്ത നിക്ക് എന്ന് പറഞ്ഞ ഒരു ബ്രദർ ഉണ്ടല്ലോ, കയ്യും ഇല്ല കാലും ഇല്ല, ശരീരം മാത്രമേ, തലയുണ്ട്.
പക്ഷെ ഇത് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷകനായി ദൈവം ഉയർത്തി. അപ്പനും അമ്മയും ഉപേക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു, വലിയൊരു അനാഥത്വത്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടെയാണ് ആ വ്യക്തി ജീവിച്ചത്. പിന്നെ ആ വ്യക്തിയുടെ ജീവിതം ഒരു കുതിപ്പായിരുന്നു. എന്തുകൊണ്ടാണ് കുതിപ്പ് ഉണ്ടായത്? ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഒരു പ്രത്യാശയാണ് ജീവിതത്തിലേക്ക് വലിയ ഒരു കുതിപ്പായിട്ട് ഉയരാനായിട്ട് സാധിച്ചത്. അപ്പൊ നമുക്ക് ഈ ഭൂമിയിൽ എല്ലാവരും ഇല്ലെങ്കിലും ദൈവം കൂടെ ഇല്ലെങ്കിൽ എല്ലാം സീറോയാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരാണ്? ഹീറോയാണ്, അല്ലെ? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മള് ഹീറോയാണ്. ദൈവം കൂടെ ഇല്ലാത്തപ്പോഴൊക്കെ നമ്മള് സീറോയാണ്, വെറും സീറോയാണ്. അല്ലെ? അപ്പം അത് കർത്താവ് പറയണത് എന്താണ്? നിങ്ങളെ അനാഥരായി വിടാൻ വേണ്ടിയല്ല ഭൂമിയിലേക്ക് പഠിപ്പിച്ചു വിട്ടേക്കുന്നത്, അല്ലെ? ആണോ? ഞാൻ അല്ല. നിങ്ങളെ അനാഥരായത് ജനിക്കാനായിട്ട് അനുവദിച്ചെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹവും നമ്മൾ അവകാശപ്പെടുത്തുക എന്നുള്ളത് ദൈവത്തിന്റെ വലിയൊരു സന്തോഷമാണ്. നമ്മൾ ഇങ്ങനെ കരഞ്ഞു കൂത്തി ജീവിക്കുക എന്നുള്ളത് അല്ല ദൈവത്തിന്റെ സന്തോഷം. എന്താണ്? ദൈവത്തെ സ്നേഹിച്ച്, അതായത് നമ്മുടെ മക്കള്, നമ്മുടെ ഫാമിലിയിൽ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഈ കഷ്ടപ്പാട് നമ്മുടെ മക്കള് മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവൂ? ഇല്ല. ഉണ്ടാവില്ല. കാരണം എന്താണ്? നമ്മൾ ഒറ്റക്കാണ് കഷ്ടപ്പെടുന്നത്, അല്ലേ? അതെ. നമ്മൾ അതെ. ഒറ്റക്കാണ് കഷ്ടപ്പെടുന്നത്. നമ്മള് ഒറ്റ എന്ന് പറയുമ്പോ എന്തായി? അനാഥയായി, അല്ലേ? അതെ. അതെ. പക്ഷെ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യമുണ്ട്, അത് പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ ഓടുകയാണ്, അല്ലേ? അപ്പൊ ആ ഉദ്ദേശ ലക്ഷ്യം നമുക്ക് തരുന്നത് ആരാണ്? ദൈവമാണ്, അല്ലേ? അതെ. നമുക്ക് ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു കൃപ തരുന്നത് ദൈവമാണ്. അപ്പൊ ദൈവം ബൂസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ടാണ്, അപ്പൊ ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ബൂസ്റ്റിംഗ് ചെയ്യണത്, അല്ലെ? നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണ്, ദൈവത്തോട് ചേർന്നിരിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോയാൽ നമുക്കൊരിക്കലും ഒരു കാര്യവും ഒറ്റക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യുന്നത് ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴും ദൈവം നമ്മളെ സഹായിക്കണം. പാപം ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ആരുണ്ട്? പിശാചുണ്ട്. അപ്പോ പാപം ചെയ്യാതിരിക്കാൻ ആരുണ്ട് കൂടെ? ഈശോ ഉണ്ടാണ്. അപ്പൊ പാപം ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ളത്. പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അടിമയായി, അല്ലെ? പാപത്തിന്റെ അടിമയായി. അപ്പൊ അതുകൊണ്ട് നമ്മള് അടിമകളാണ് അനാഥത്വത്തിലേക്ക് കൂടുതൽ പോണത്, അല്ലെ? അടിമകൾക്കാണ് ആരുമില്ലാതെ നിൽക്കേണ്ടി വരണത്. പക്ഷെ അല്ലാതെ ഉള്ള ആളുകൾക്ക് ആളുണ്ട്, ചോദിക്കാനും പറയാനും ആളുണ്ട്. അപ്പോ ഈശോ പറയണ എന്താണ്? നിങ്ങളെ അനാഥരായി ഞാൻ വിടുകയില്ല. എന്താണ്? ഒരാളുടെയും കയ്യിലും വിട്ടുകൊടുക്കില്ല. എന്താണ് പറയണത്? അത് ഈ തൊട്ട് മുമ്പുള്ള വാക്യം വായിക്കാൻ ഞാൻ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് 18-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. 16 വായിക്കാം. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പൊ ആരെയാണ് തരുന്നത്? പരിശുദ്ധാത്മാവിനെയാണ് തരുന്നത്. ഈ പരിശുദ്ധാത്മാവ് നമുക്കുള്ളത് കൊണ്ടാണ് നമുക്ക് അനാഥത്വം ഇല്ലാത്തൊരു ഫീലിങ്ങോടുകൂടെ ജീവിക്കാൻ പറ്റുന്നത്, അല്ലെ? അതായത് നമുക്ക് തന്ന ആളെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ചാലും ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യവും ആ ശക്തിയും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. 17-ാമത്തെ വചനം ഇങ്ങനെയാണ്: ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല. എങ്ങനെയുള്ളവർക്കാണ്? ലോകം എന്ന് പറഞ്ഞാൽ ലോകത്തെ, അതായത് അടിമകൾക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ സാധിക്കില്ല. അടിമകൾ ആരുടെയാണ്? പിശാചിന്റെ അണ്ടറിലുള്ളതാണ് അടിമകള്, അല്ല? അപ്പൊ അവർക്ക് അത് പ്രതീക്ഷിക്കാനോ അതാണ് പാതാളത്തിലേക്ക് പോകുന്നവര് അങ്ങയിൽ പ്രത്യാശിക്കുന്നില്ല. ജീവനുള്ളവർ അതേ ജീവൻ, സത്യത്തിന്റെ ആത്മാവിന്റെ ജീവൻ നമ്മളിൽ നിലനിൽക്കുന്ന അത്രയും കാലം എന്തുണ്ട്? കർത്താവ് നമ്മളെ സഹായിക്കും. പക്ഷെ അത് നമ്മൾ ബോധ്യപ്പെടുത്തണം. മരണം വരെ
ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ആ ബോധ്യത്തോടു കൂടെ ജീവിക്കുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മൾ എത്രമാത്രം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു മെമ്പറാണെന്ന് മനസ്സിലാക്കുന്നത്. സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കില്ല. അപ്പോ നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർത്തും അനാഥരാണെന്ന് തോന്നുള്ളൂ. നമുക്ക് എല്ലാവരും ഉണ്ടെങ്കിൽ ദൈവമേ, ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചിട്ട് എന്നെ വഴിയാധാരാക്കി, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര അധ്വാനിച്ചത്, എന്നിട്ട് അവരെന്നെ തള്ളി പറഞ്ഞു. ഇങ്ങനെ 100 ചിന്തകൾ നമ്മുടെ തലയിലോട്ട് വെച്ച് കൊണ്ടുവരും. ആര്? പിശാച്. പിശാച് ആരുടെ ആരൂപിയാണ്? ലോകാരൂപിയാണ്, അല്ലെ? അതെ ഈ അതെ ലോകാരൂപി നമ്മുടെ തലയെ കൊണ്ടുവന്ന് വെച്ച് തരുന്ന ചിന്തകൾ. ഇത്രയും ഞാൻ അധ്വാനിച്ചു, ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടു, ഇത്രയും ഞാൻ അവരെ കരുതി, ഇത്രയും സ്നേഹിച്ചു, ഇത്രയും അവരെന്നോട് നിന്ദനം അങ്ങനെ മോശമായ ജീവിതം എന്നോട് കാണിച്ചിട്ട് ഞാൻ അവരോട് അങ്ങനെ കാണിച്ചില്ല, എന്നിട്ടും കർത്താവെ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വേദനിക്കുമ്പോ ഇവിടെ പിശാച് നല്ല വളക്കൂറുള്ള മണ്ണായി നമ്മളുടെ ആ വേദനയെ കാണും. പിന്നെ ബൂസ്റ്റിംഗ് ചെയ്യുന്ന എന്താണ്? പിന്നെ നീ ദൈവ വിശ്വാസത്തിൽ നിന്നും ദൈവകൃപയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു ദുഷ്പ്രേരണ തരും. അപ്പോ സത്യാത്മാവ് ആണെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ചിന്തിക്കും, ഇത് ദൈവം എന്നെ അനുവദിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുക തന്നെ ആണെങ്കിൽ കർത്താവേ, എനിക്കത് എടുക്കാനുള്ള ശക്തി, കുരിശെടുക്കാൻ ദൈവത്തിന് ഈശോയ്ക്ക് ഒറ്റക്കാണോ ശക്തി കിട്ടിയത്? കുരിശ് അല്ല പൊക്കാനായിട്ട് പരിശുദ്ധാത്മാവാണ് കുരിശിനെ പൊക്കിയത്, അല്ലേ? അതെ നമ്മൾ അതെ അവസാന അതെ ഭാഗം കുരിശിന്റെ വഴിയില് നമ്മളെ പ്രത്യേകമായിട്ട് രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിനും പരിശുദ്ധ സ്തുതിയായിരിക്കട്ടെ എന്നാ പറയുന്നത്, അല്ലെ? അപ്പൊ അതെ കുരിശെടുത്തത് ആരാണ്? പരിശുദ്ധാത്മാവ് പരിശുദ്ധ. അപ്പൊ ഈശോയ്ക്ക് പോലും പരിശുദ്ധാത്മാവിന്റെ സഹായ ശക്തിയുടെ കൃപയിലാണ് കുരിശിന്റെ ആ ഭീകരതയുടെ സങ്കടങ്ങളെല്ലാം ഏറ്റെടുത്തെങ്കിൽ നമുക്കും ഇത് തന്നെയാണ് അനുവദിച്ചു തന്നിരിക്കുന്നത്, അല്ലേ? അപ്പം അതെ ഈ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ആത്മാവിനെ സ്വീകരിച്ച് നമ്മൾ ഉപയോഗിക്കുക. സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും ദൈവാത്മാവിന്റെ പ്രവൃത്തി അംഗീകരിക്കുവാനോ അനുസരിക്കുവാനോ ഫോളോ ചെയ്യുവാനോ അതിൽ നിലനിൽക്കുവാനോ സാധിക്കില്ല. കാരണം അവന്റെ ബുദ്ധി ഉപയോഗിക്കുന്നത് പിശാചിന്റെ കയ്യിലിരിക്കുന്ന ഒരു ഉപകരണമായിട്ടാണ്. അതുകൊണ്ട് അവൻ അംഗീകരിക്കില്ല. എല്ലാ നന്മയും നിഷേധിച്ച് ജീവിക്കുള്ളൂ. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിലായിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ദൈവം നമ്മളെ വെറുതെ വിടാത്തത്. വെറുതെ വിടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ദൈവത്തിനെതിരെ ചിന്തിക്കുന്നത് കൊണ്ടും പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഭയങ്കരമായ സ്ട്രഗിൾ അനുഭവിക്കുന്നത്. പക്ഷെ ദൈവത്തോടു കൂടെ ജീവിക്കുന്നവർക്ക് സ്ട്രഗിൾ ഉണ്ടാകും, പക്ഷെ അതിനെ ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ ആ കുരിശുകൾ, ആ പ്രതിസന്ധിയെ ധൈര്യപൂർവ്വം ചുമക്കുവാനുള്ള ശക്തി ദൈവം നമുക്ക് പ്രദാനം ചെയ്യും. മനസ്സിലായോ പറയണത്? മനസ്സിലായി മനസ്സിലായോ? അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ തിരുനാൾ ദിവസങ്ങളോട് ചേർന്ന് പരിശുദ്ധാത്മാവ് തരുന്ന വചനങ്ങളെല്ലാം മനസ്സിലാക്കുക. വെറുതെ ഒരു വചനം നമ്മൾ മനസ്സിലാക്കി പോയാൽ നമുക്കൊന്നും ഒരു പിടിയും കിട്ടില്ല. എല്ലാം അത്യാവശ്യം ക്ലാരിറ്റിയോടുകൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു. എങ്ങനെയാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറയുന്നത്? എന്താണ്? നമ്മളെ സഹായിക്കാൻ ഓൾറെഡി ആളുണ്ട് കൂടെ. അതുകൊണ്ട് നമ്മൾ അനാഥത്വത്തിലേക്കല്ല, നമ്മൾ അടിമത്തത്തിലേക്കല്ല വിളിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവുമായുള്ള ഒരു സ്നേഹബന്ധത്തിൽ നമ്മൾ ആദ്യം നിലയുറപ്പിക്കണം. നമുക്കൊരു നമ്മുടെ സ്വന്തം വീട് അല്ലാതെ വേറൊരു വീട്ടിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്ക് നമ്മളുടെ വീടല്ലാതെ മറ്റൊരു വീട്ടിൽ നമ്മൾ സ്വാതന്ത്ര്യത്തോടുകൂടെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ നമുക്ക് പറ്റില്ല, അല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം ആരുപയോഗിക്കും? പിശാച് ഉപയോഗിക്കും. അപ്പൊ നമ്മൾക്കിപ്പോ പല മനുഷ്യരും വേദനയോടുകൂടെ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങള് പണിയെടുത്ത കാശ് മുഴുവനും വേസ്റ്റായി പോവാണ്, അവര് കൊണ്ടുപോകുന്നു, ഇവര് കൊണ്ടുപോകുന്നു, എന്നിട്ട് ഇപ്പൊ അവരൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു, അവര് എന്തോരം കിട്ടിയാലും അവർക്കത് പോരാന്ന് പറയുന്നു. എന്താ കാര്യം? അവർക്ക് പരിശുദ്ധാത്മാവില്ല.
നമ്മളുടെ കാശ് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിനൊരു ബ്രേക്ക് ഇടാനായിട്ട് നമ്മൾക്കിപ്പോ നമ്മളെ വഞ്ചിച്ചും പറ്റിച്ചൊക്കെ എടുക്കുന്ന ആളുകള് എടുക്കുന്നത് കൊണ്ട് അല്ല പ്രശ്നം, അവര് നശിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ആത്മാവിനെ നിരന്തരം ആക്രമിക്കുമോ നമ്മള്? നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മൾ തന്നെ കത്തികുത്തി കയറ്റുമോ? ഇല്ല ഇല്ല ഇല്ല. ഇല്ല. നമ്മള് പൊട്ടന്മാരാണോ? അല്ല, അല്ലെ? ഇങ്ങനെ ചെയ്യുന്ന ലോകാരൂപിയുടെ അടിമത്തത്തിലായിരിക്കുന്ന ഓരോരുത്തരും ചെയ്യുന്ന എന്താണ്? ഈ ഒരു പ്രവണതയാണ്. സ്വന്തം ആത്മാവിനെ ക്രൂരമായി കൊല്ലുകയാണ്. ക്രൂരമായി. പക്ഷെ അതിപ്പോഴറിയില്ല. എപ്പോഴറിയണത്? ഈ ആത്മാവ് ഭൂമിയിൽ നിന്ന് വേർപിരിയുമ്പോ ക്രൂരമായി സ്വന്തം ആത്മാവിനോട് കാണിച്ച ക്രൂരത തന്നെ, ആ ക്രൂരതയുടെ ബെനിഫിറ്റ് ആണ് പിന്നെ അവർ അടുത്ത ലൈഫ്, അതായത് മരണത്തിന് ശേഷം ഒരു ലൈഫ് ഉണ്ടല്ലോ, യഥാർത്ഥ ജീവിതം. അവിടേക്ക് എത്തുമ്പോ അവര് ഭീകരമായ ഒരു ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കും. കാരണം എന്താ? അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് എതിരെയാണ് പ്രയോഗിച്ചത്. ഇപ്പൊ ഞാനിപ്പോ ഒരാളുടെ കാശ് ഞാൻ വാങ്ങിച്ചു, എന്നിട്ട് എനിക്ക് സൗകര്യപൂർവ്വം ഞാനത് മറന്നു കളയാൻ ഞാൻ കിടന്ന് അഭിനയിക്കുകയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു? കുറച്ചാൾ കഴിഞ്ഞപ്പോ പിന്നെ എനിക്കൊരു തോന്നി, വേണ്ട, കുറച്ച് കാശ് കൊടുത്തേക്കാം, കാരണം എനിക്ക് അറിയാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ ഔദാര്യത്തിന് ഞാൻ കുറച്ച് കാശ് കൊടുത്തു. അങ്ങനെ ഇതൊക്കെ കാണാനായിട്ട് കേൾക്കാനായിട്ട് ഒരാള് മുകളിലുണ്ട്, അല്ലേ? നമ്മള് ഒരാളുടെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ചു നമ്മുടെ ഔദാര്യമാണോ അയാൾക്ക് തിരിച്ചു കൊടുക്കണത്? അല്ല ആണോ? അല്ല, അല്ല. അയാളുടെ അവകാശമാണ്. പക്ഷെ നമ്മളുടെ കയ്യിലോട്ട് വന്നപ്പോ നമ്മളുടെ ഔദാര്യപൂർവ്വം കൊടുക്കുന്ന പോലെ ഇവിടെയൊക്കെ നീതി നമുക്ക് കിട്ടുമോ? ഇല്ല. നമുക്ക് നീതി കിട്ടില്ല. നമ്മൾ തന്നെ നമ്മളുടെ ആത്മാവിനെ ക്രൂരമായി കൊലക്കയറിലേക്ക് നമ്മളെ തള്ളിക്കൊണ്ടു പോവുകയാണ്. നമ്മൾ തന്നെ നമ്മുടെ ആത്മാവിനെ നാശത്തിന്റെ വഴിയിലേക്ക്. എന്താ കാരണം? സ്വാർത്ഥതയാണ്. ലോകത്തിന്റെ അരൂപി നമ്മളെ ഭരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള ചിന്തകള് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ എന്താണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്കോ ആത്മാവിലേക്കോ യഥാർത്ഥ ദൈവകൃപയുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. സാധിക്കുക എന്ന് പറയുന്നത് എന്താ? ലോകാരൂപി അവനെ ഭരിക്കുന്നുണ്ടെന്ന്. ആരുടെ അരൂപിയാണ്? അപ്പോ കർത്താവിന്റെ പറയും, ഇതാ ലോകത്തിന്റെ അധികാരി വന്നിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. ലോകത്തിന്റെ അധികാരി മനുഷ്യരെ ഭരിക്കുവാൻ എല്ലാ ആയുധങ്ങളോടുകൂടെ, എല്ലാ പ്രലോഭനങ്ങളോടുകൂടെയാണ് വരുന്നത്. പക്ഷെ അതിനെ അതിജീവിക്കണമെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ എന്ത് വേണം? ദൈവത്തോടു കൂടെ ഞാൻ ജീവിക്കണം. അതിന് പരിശുദ്ധാത്മാവിനോട് കൂടെയുള്ള ഒരു ജീവിതം എന്നെ സഹായിക്കുവാൻ തന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ പരമാവധി യൂട്ടിലൈസ് ചെയ്യണം, എപ്പോഴും ഉപയോഗിക്കണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കും, അല്ലേ? പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ ആത്മാവിനെ ആരുപയോഗിക്കും? ഏതെങ്കിലും ഒരാൾ എന്തായാലും ഉപയോഗിക്കും. അശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കും. ഇത് തിരിച്ചറിയുവാനുള്ള അനുഗ്രഹം നമ്മൾ അതുകൊണ്ടാണ് ഈ വചനത്തിൽ പറയുന്നത് എന്താണ്? കാരണം നിങ്ങൾ അവനെ അറിയുന്നു, അതായത് ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല, എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു. കാരണം എന്താണ്? അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു വചനം വെറുതെ പറയുന്നതല്ല, ഓരോ വാക്കും അതിന്റെ ഉള്ളില് ദൈവാത്മാവ് ഇങ്ങനെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അനാഥത്വത്തിലാണെങ്കിലും ഈ ആത്മാവിനെ ഉപയോഗിച്ച് നമ്മുടെ അനാഥത്വത്തിന്റെ ഫീലിംഗ് എല്ലാം മാറിക്കിട്ടും. അത് പക്ഷെ ആ നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞിട്ടല്ല, നിങ്ങൾ ആരും എന്നെ സ്നേഹിക്കേണ്ട, എന്നെ പരിശുദ്ധാത്മാവ് സ്നേഹിച്ചോളും എന്ന് പറഞ്ഞൊന്നും നടക്കണ്ടേ. അത് ഉള്ളില് മനസ്സിലാക്കുക. ഇവർക്ക് പരിശുദ്ധാത്മാവില്ല, അവര് ലോകമാണ് അവരെ ഭരിക്കുന്നതുകൊണ്ട് അവരറിയുന്നില്ല. അതുകൊണ്ട് അവർക്ക് ദൈവത്തിന്റെ സഹായവും ശക്തിയും കരുണയും ഒന്നും അറിയുന്നില്ല. പക്ഷെ ഞാൻ അറിയുന്നുണ്ടെങ്കിൽ അത് എന്റെ കൂടെ ജീവിക്കുന്നുണ്ട്, എന്റെ കൂടെ വസിക്കുന്നുണ്ട്. അതൊരു അടയാളമാണ്. അതുകൊണ്ടാണ് എനിക്ക് പാപത്തിന്റെ സാഹചര്യങ്ങളെ തിരിച്ചറിയുവാൻ, അതിൽ നിന്ന് ഓടി ഒളിക്കാനും, പലരും നമ്മളെ വഞ്ചിക്കുമ്പോഴും നമുക്ക് തിരിച്ചു വഞ്ചിക്കാൻ പറ്റുന്നില്ല. പലരും നമ്മളെ മോശം പറയുമ്പോൾ നമുക്ക് തിരിച്ചു പറയാൻ പറ്റുന്നില്ല. കാരണം എന്റെ ഉള്ളിൽ ദൈവം ഉള്ളത് കൊണ്ടാണ്. പക്ഷെ നമ്മളൊരു വേദനയോടുകൂടെ അനാഥത്വത്തിലായിരിക്കുമ്പോൾ ഈ വചനം ഓർക്കുക, എന്റെ ഉള്ളില് ആളുണ്ട്,
ആള് പ്രതികാരം ചെയ്തോളൂ. എല്ലാ പ്രതികാരവും ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുക. അവിടുത്തെ പ്രതികാരത്തിന്റെ മുമ്പിൽ ഒരു ശക്തിക്കും നിലനിൽപ്പില്ല. ആ ഒരു ബോധ്യത്തോടുകൂടെ ആയിരിക്കുവാൻ എല്ലാ മക്കളെയും സഹായിക്കുന്നത് പരിശുദ്ധാത്മാവേ അവിടെ നിന്ന് പ്രവർത്തിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ